Please give a round of applause and encourage these little buds. ധർമ്മിഷ്ഠനായ മഹാബലി ചക്രവർത്തിയാണ്. നിങ്ങൾക്ക് അവർക്കൊക്കെ അതൊക്കെ അറിയാവുന്ന നിശ്ചയില്ല ചക്യാക്ക് എന്താ നിങ്ങൾക്ക് ആ കഥ അറിയോ? കേട്ടുള്ള പണ്ട് പണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ധർമ്മിഷ്ഠനും ദാനശീലനുമായ ചക്രവർത്തിയായിരുന്നു മഹാബലി. സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ഭരണം. പ്രജകളെല്ലാവരും വളരെ സന്തുഷ്ടർ. വിഷ്ണു ഭഗവാന് മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നതിനാൽ വേണ്ടതുപോലെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. മഹാബലി വലിയ ദാനശീലനാണെന്ന് അറിയാമായിരുന്ന വിഷ്ണു ഒരു ദരിദ്ര ബ്രാഹ്മണ ബാലകനായ വാമനന്റെ വേഷത്തിൽ മഹാബലി അശ്വമേധ യാഗം നടത്തുന്ന യാഗശാലയിൽ എത്തുകയും ചക്രവർത്തിയെ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. മഹാരാജാവ് ആ ബാലകനെ സ്വീകരിച്ച് ആദരിക്കുകയും ആഗമന ഉദ്ദേശം ആരായുകയും ചെയ്തു. അല്ലയോ ബ്രാഹ്മണ ബാലക, അങ്ങയുടെ വരവ് എന്തിനെന്നറിയിച്ചാലും അങ്ങ് മഹാദാനശീലനല്ലേ. അടിയിൽ തപസ് ചെയ്യാൻ 3 അടി മണ്ണ് മാത്രം തന്നാൽ മതി. 3 അടി മണ്ണോ മതി രാജൻ, നാം ഈ കൽപ്പാദങ്ങൾ കൊണ്ട് അളന്നെടുത്തുകൊള്ളാം. അങ്ങയുടെ ഇച്ഛ പോലെ ബാലക. മഹാബലി ഇത് പറഞ്ഞ നിമിഷം ബ്രാഹ്മണ ബാലന്റെ വേഷം കൊണ്ട് വിഷ്ണു ഭഗവാൻ ഒരു കാലിനെ കൊണ്ട് ഭൂമിയും മറ്റേ കാലിനെ കൊണ്ട് ആകാശവും മാറി. 3ാമത്തെ കാലിൽ വെച്ച് സ്ഥലം കാണാതെ അദ്ദേഹം ചക്രവർത്തിയോട് ഇപ്രകാരം ആരാധി. അന്ന് തുടങ്ങി എല്ലാ വർഷവും ആദ്യ മാസമായ ചിങ്ങത്തിൽ സ്വന്തം പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരം നൽകിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ തൻ്റെ പാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി.